സ്നേഹനിധികളായ VTM മടവാള ഫജർ ക്ലബിലെ എൻ്റെ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്നും നമുക്കിതുപോലെ ഒരു ചെറിയ വാക്കിങ്ങും അതുപോലെ തന്നെ എക്സസൈസും മറ്റുള്ളതൊക്കെ കഴിഞ്ഞ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ഒരു ഇൽമിൻ്റെ മജ്‌ലിസ് കിട്ടിയെന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലും അവൻ്റെ തൃപ്തിയിലുമായി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ഇന്ന് ഫജർ ക്ലബ്ബ് നമുക്ക് തന്നിട്ടുള്ള ചെറിയൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഏറ്റവും കൂടുതൽ കരുത്തേകുന്ന, നമ്മുടെ ഈ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ്. അർശിൻ്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നീതിമാനായ ഭരണാധികാരിയാണ്. ആദ്യത്തെ ഒരു വിഭാഗം, അർശിൻ്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തിൽ ആദ്യത്തെ ഒരു വിഭാഗം നീതിമാനായ ഭരണാധികാരി. അതൊന്നും നമ്മൾ ഇന്ത്യ രാജ്യത്തോ അല്ലെങ്കിൽ എവിടെയും നമ്മൾ കാണൂല. നമ്മളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രവും പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ താഅത്തിലായി അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിച്ച ഒരു കൂട്ടർ. അവനെന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് മാത്രം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കൂട്ടർ. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വിഷയവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള, നമ്മുടെ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ്. റജുലാനി തഹാബത്തില്ല. നമ്മൾ മനസ്സിലാക്കുക, റജുലാനി 2 പുരുഷന്മാർ തഹാബത്തില്ല, അള്ളാഹുവിൻ്റെ പേരിലായിട്ട് അവർ സ്നേഹം വെക്കുന്നു, ഇഷ്ടം വെക്കുന്നു. ഇജ്തമാ അലൈഹി, അവരതിൻ്റെ മേൽ ഒരുമിച്ച് കൂടുകയും വതഫറഖ അലൈഹി, അതിൻ്റെ പേരിൽ വിട്ടുപിരിയും ചെയ്യും. വിട്ടുപിരിയ എന്ന് പറയുന്നത് ദേഷ്യമായി പോകുക എന്നുള്ളതല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുകയും അതിലായിട്ട് അവർ ജീവിക്കുകയും അതിനായിട്ട് ഒന്നിരിക്കൽ ഈ വിട്ടുപിരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിരിക്കൽ മരണപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഇവിടെ യാത്ര. നമ്മളിപ്പോൾ ഒരു ഫജർ ക്ലബിൻ്റെ ഈ ഒരു ടീം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സുബഹി നിസ്കരിച്ചിട്ട് നമ്മൾ തുടങ്ങുന്ന എന്തും നമ്മുടെ ശരീരത്തിന് യോജിച്ചിട്ടുള്ള എക്സസൈസും അതുപോലെ തന്നെ കായികവും മറ്റുള്ളതൊക്കെ അത് നമ്മുടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് നടക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം. അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ആവശ്യത്തിന് ഒരു യാത്ര പോവേണ്ടി വന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടുപിരിയേണ്ടി വന്നു. അതാണ് വതഫറഖ അലൈഹി കൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. അതിൻ്റെ മേലെ വിട്ടുപിരിയുക. ആ വിട്ടുപിരിയുമ്പോഴും നമ്മുടെ കണക്ഷൻ എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് അർശിൻ്റെ തണല് കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗത്തിൽ എണ്ണിയതാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരിക്കണം. നമ്മളിപ്പോൾ ഈ ഒരു ടീം തന്നെ അതിനൊരു ഉദാഹരണം. നമ്മളിവിടെ വേറൊരു ഉദ്ദേശം വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഈ ഒരു സംഘവും ഈ ഒരു ടീമും നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് ഈ ഒരു സമയം വരെ കിടന്നുറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. സുബഹിക്കൊക്കെ എഴുന്നേൽക്കാതെ, സുബഹിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എത്ര നേരം വൈകിട്ട് ഉറങ്ങിയാലും സുബഹിക്ക് എണീക്കണം. ആ സുബഹിക്ക് എണീച്ചാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിന് ബർക്കത്തുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രതിപാദിച്ചതാണ്. അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പേരിലാണ് നമ്മുടെ ഈ കൂട്ടുകെട്ടും നമ്മുടെ ഈ ഒരു കൂടലും നമ്മുടെ ഈ ഒരു ചേരലും നമ്മുടെ ഈ ഒരു ഒന്നിക്കലൊക്കെ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ വേണം. നമുക്കറിയാം, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഒരുപാട് ബന്ധം. ആരാ അലി റളിയല്ലാഹു അൻഹു? മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മകളുടെ പുതിയാപ്പിളയാണ്. അലി റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒരാളാണ്. അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഒരുപാട് കൂട്ടുകെട്ടുകൾ ദുനിയാവിൽ നമുക്ക് വേണം, ഒരുപാട് കൂട്ടുകെട്ടുകൾ വേണം. അപ്പോൾ സഹാബാക്കൾ ചോദിക്കലുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങനെ എന്തിനാ പറയുന്നത്? ദുനിയാവിൽ കൂട്ടുകെട്ടുകൊണ്ട് എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു സഹാബാക്കളോട് പറയും, ദുനിയാവിലും ആഖിറത്തിലും അത് ഉപകാരപ്പെടും. അപ്പോൾ സഹാബാക്കൾ സംശയം കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ഖുലഫാഉർ റാഷിദീൻ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ദുനിയാവിലെ കൂട്ടുകെട്ടുകൊണ്ട് ചിലപ്പോൾ ഉപകാരം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ വലിയൊരു പ്രതിസന്ധിയിൽ പെട്ടുപോയി അവിടെ നമ്മളെ കൈപിടിച്ചുയർത്താൻ ആ കൂട്ടുകെട്ടുകൊണ്ട് കഴിയും, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് ആ പ്രശ്നം നികത്താൻ ആ കൂട്ടുകെട്ടുകൊണ്ട് ചിലപ്പം കഴിയും. പക്ഷെ ആഖിറത്തിൽ ആ കൂട്ടുകെട്ടുകൊണ്ട് എന്താണ് മെച്ചം അലിയെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, നിങ്ങൾ ഖുർആനിൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല, നാളെ ആഖിറത്തിൽ കൂട്ടുകാർക്ക് ശത്രുവായിട്ട് മാറുന്നൊരു കാലം ആയിട്ടുള്ളതാണ്. നമ്മുടെ കൂട്ടുകാർ നാളെ ആഖിറത്തിൽ നമ്മുടെ ശത്രുക്കളായിട്ട് മാറും. എങ്ങനത്തെ വരല്ലാതെ? അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു കൂട്ടുകെട്ടല്ലാതെ.
അഥവാ ഞാൻ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് എന്തെല്ലാം പ്രവർത്തനം. നമ്മളൊക്കെ ഓരോരോ ടൗണിൽ നൈറ്റ് 12 മണിക്കെല്ലാം പോയി നിന്നാൽ മതി. എങ്ങനത്തെ ടീമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഠിപ്പിക്കാൻ ഇവിടെ വിട്ട് ആ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും അതുപോലെ സഹോദരിമാരുടെയും ഒക്കെ പ്രവർത്തനം കാണുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. പടച്ചവനെ എവിടെയാണോ പഠിപ്പിക്കാൻ വിട്ടത് എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് ആ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ദുന്യവിയായ ചില സുഖങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടുകെട്ടാണ്. അപ്പം നമ്മുടെ ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ട് എന്താവണം, ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടണം, അങ്ങനത്തെ വഴികളിൽ നിന്ന് ഒരു മാറി ചിന്തിക്കാനുള്ളൊരു ഒരു ടീമായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മുടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ നാളെ മഹ്ശറയിൽ കൂട്ടുകാരുടെ ശത്രുക്കളായിട്ട് മാറും, അള്ളാഹുവിനെ ഭയപ്പെടാത്തവരല്ലാതെ അവരെപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കും. സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ ഇർഷാദുമായിട്ട് നല്ല ബന്ധമാണ്, വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു ഇത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ബന്ധമെങ്കിൽ, അഥവാ ഏതോ ഒരു കലാഹു കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ളൊരു ഇത് വരുമ്പോൾ ഞാൻ പറയും, എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് നമ്മുടെ ഉണ്ടായിരുന്നു, അത് ഇർഷാദ് എന്നാണ്, അല്ലെങ്കിൽ അത് സൈഫു എന്നാണ്, അത് സിറാജ് എന്നാണ്, ലത്തീഫ് എന്നാണ്, റംഷാദ് എന്നാണ്, എനിക്കും അവരെയും കൂട്ടണേ അള്ളാ എന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ളൊരു ഇത് നമുക്കുണ്ടാവും. അതിന് ഒരുപാട് ചരിത്രം ഉണ്ടല്ലോ. മഹാരഥന്മാർ പറയുന്നു, ദുനിയാവിൽ ഏറ്റവും വലിയൊരു കൂട്ടുകെട്ടിലൂടെ അത്ഭുതം സൃഷ്ടിച്ച 2 മഹാരഥന്മാരുണ്ട്, 2 സഹാബാക്കൾ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു. അവർ ഭയങ്കര സ്നേഹത്തിലാണ്, ഭയങ്കര ഇഷ്കിലാണ്, ഭയങ്കര ഒരർത്ഥത്തിൽ പറഞ്ഞ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഭയങ്കര പ്രേമത്തിലാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട വേറെ രീതിയിലുള്ള ഇതെന്നുള്ളതല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് അവർ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ചവർക്കാണ് നാളെ അർശിൻ്റെ തണൽ. എത്രത്തോളം സ്നേഹിച്ചു അവർ സ്നേഹിച്ചു, എല്ലാ ഇതിലും അവർ സ്നേഹിച്ചു, എല്ലാ കാര്യത്തിലും അവർ സ്നേഹിച്ചു. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മരിച്ചാൽ, ചിന്തിക്കണം എവിടത്തം വരത്തി ആ കൂട്ടുകെട്ട്, മരിച്ചാൽ നാളെ ഖബറിൽ പോയി കിടന്നാൽ ആ ഖബറിലുള്ള വിശേഷം എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറയണേ. ആ കൂട്ടുകെട്ട് അത്രത്തോളം സ്നേഹിച്ചു, അള്ളാഹുവിൻ്റെ ഇതിലായിട്ട് സ്നേഹിച്ചു. എന്നിട്ട് പറയാ, നാളെ ഖബറിൽ കിടന്നാൽ, ഖബറിൽ അവിടെ ഇതുപോലെ സുഖങ്ങളൊന്നും അല്ലാതെ ഉണ്ടാകുക. നാളെ നമുക്കറിയാലോ ഖബറിൻ്റെ ജീവിതം, അത് എത്ര ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് പോകുമ്പോൾ വരെ ഖബറിനോട് പോയിട്ട് പറഞ്ഞാലും ഖബർ പറഞ്ഞൊരു വാക്കുണ്ട്. അതുപോലെ നമ്മളെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഖബറിൽ കടന്നിട്ട് ഖബറിലുള്ള ആ ഒരു രംഗം നിങ്ങൾ എന്നോട് പറയണം, ആരാദ്യം മരിച്ചു പോകുന്നെങ്കിൽ അത് എന്നോട് പറയണേ, മനാമിൽ വന്നിട്ട് സ്വപ്നത്തിൽ വന്നിട്ട് പറയണേ. സ്വപ്നമെല്ലാം നിഷേധിക്കാൻ പറ്റില്ല, സ്വപ്നങ്ങൾ കാര്യങ്ങളാണ്. ഇത് വിശ്വസിക്കാൻ പറ്റിയ ചരിത്രങ്ങളാണ്. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു ആദ്യം വഫാത്തായി. അങ്ങനെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണാറുണ്ടായിരുന്നു. എന്നിട്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അബ്ദുല്ലാഹി ബിൻ സലാമേ നിങ്ങൾ അവിടുത്തെ ജീവിതം? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇവിടെ എനിക്ക് വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. ആരാ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആരാ? മദീനത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ആദ്യമായിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് പറയുന്നത്, അബ്ദുല്ലാഹിബ്ന് സ്വപ്നത്തിൽ വന്നു, സ്വപ്നത്തിൽ അവരോട് ചോദിച്ചു, അങ്ങനെ നമ്മുടെ സ്നേഹങ്ങൾ അങ്ങനെയായ നമ്മൾ ഉറക്കിലും ഊണിലും പിന്നെ എല്ലാത്തിലും നമ്മൾ തന്നെ ആയിരിക്കും. അത് നമ്മൾ തന്നെ ചില ആൾക്കാർ അനുഭവിക്കുന്നുണ്ടല്ലോ, ഇവിടെ പോകുമ്പോൾ നമുക്ക് വിട്ടു വരുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും. ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ നിലനിർത്തണം. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹുവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഖബർ ജീവിതം? ഞാൻ ഹാപ്പിയാണ്, ഞാനെന്തായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹുവിന് ചോദിച്ചു, സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ദുനിയാവിൽ ചെയ്ത അമലുകളിൽ അവിടെ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചു. അത് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ. നമ്മളിപ്പം ചിന്തിക്കുമല്ലോ, ഇപ്പോൾ ഒരാൾ മരിച്ചാൽ അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ശിക്ഷ, അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്താണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്? നമ്മളെല്ലാം അള്ളാഹുവിനെ തവക്കുൽ ചെയ്തു, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഖബറിൽ ഗുണമായിട്ട്. എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നപ്പം അള്ളാഹ്, സന്തോഷം വന്നപ്പം തവക്കുൽ അള്ളാഹ്, എന്ത് വിഷമങ്ങൾ വന്നപ്പം തവക്കുൽ അള്ളാഹ്, എല്ലാം അള്ളാഹാണ്. ഞാൻ വലിയൊരു പൈസക്കാരനെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് അതിലാകാൻ പറ്റിയില്ലല്ലോ, ഞാൻ ചിന്തിച്ചില്ല, ഞാൻ അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്തു. ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചോ, അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്തു. ഈ തവക്കുൽ അത് വലിയ കാര്യം, ആരും നമ്മൾ ഭയക്കൂല. അങ്ങനെയാണല്ലോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്ക് ആരെയും പേടിയില്ല, അവരൊന്നിനും പേടിക്കൂല, അവർക്ക് മുഷിപ്പാവൂല. എന്തുകൊണ്ടാണ് പറഞ്ഞത്? എല്ലാം അള്ളാഹു ഏറ്റിട്ടുണ്ട്. നമ്മൾ വിചാരിക്കൂല ഇവിടെ ഫാസിസാന്ന്, നമ്മളിപ്പം വാട്സപ്പിൽ കേൾക്കുമ്പോൾ ഇനിയിപ്പം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അങ്ങനെ, ഇനിയിപ്പം നമുക്ക് എങ്ങനെയാണ് ജീവിക്കുക, ഇവിടെ SIR വരുന്നു, മറ്റേത് വരുന്നു, ഒന്നുമില്ല. തവക്കൽത്തു അല്ലാഹ്,
നമ്മൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്താൽ ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ എത്ര കാലമായി പറയാൻ ഞാൻ ജനിച്ച മുതൽ അവർ മസ്ജിദിൽ പോയിക്കും നമ്മളെ ഓർമ്മ 5 വയസ്സ് 6 വയസ്സുള്ള സമയം, അല്ല 11 വയസ്സുള്ള സമയമാണ്. 11 വയസ്സുള്ള സമയം നമ്മളെന്താണ് അന്നും. പിന്നെ നമ്മളെന്തായിട്ടുണ്ട് ഇവിടെ എന്തോ ഭയങ്കരമായി വരാമോ 42 വയസ്സ് 51 വയസ്സ് നമ്മളതായ രീതിയിൽ തന്നെ ജീവിക്കുന്നു അല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ തരാൻ ഒരു ഇത് പറയാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യും. നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് സ്നേഹമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മർഉ മഅമൻ അഹബ്ബ. നീ ആരെ കൂടിയാണോ സ്നേഹിച്ചത്, ഒരു മനുഷ്യൻ നീ ആരെയാണോ സ്നേഹിച്ചത് അവൻ്റെ കൂടിയായിരിക്കും നാളെ. ഞാനിപ്പോൾ എന്താ ഞാൻ നല്ല ഭയങ്കര ആക്ടർ അല്ലെങ്കിൽ ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരൻ അല്ല ഭയങ്കര അവരെയാണ് എൻ്റെ ജീവിതത്തിൽ മൊത്തം ഞാൻ സ്നേഹിക്കുന്നത് ആണോ എൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ പിന്നെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും. അതുപോലെ നല്ല കൂട്ടുകെട്ടിനും നമ്മളെപ്പോഴും നല്ല കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, അൽ മർഉ മഅമൻ അഹബ്ബ. നീ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടിയായിരിക്കും നീ. നമുക്ക് നാളെ ശുപാർശ ചെയ്യാൻ വരെ ആ ഒരു കൂട്ടുകെട്ടും ആ ഒരു പണ്ഡിത സംഘവും നമുക്കുണ്ടാവും എന്നുള്ളതാണ് ആ ഹദീസിൻ്റെ നിർവചനം. എന്നിട്ട് അള്ളാഹു എന്നിട്ട് പറയുക, ഇന്നീ ഉഹിബ്ബുക്കും അല്ലാഹ്. മഹാനായ സൽമാൻ ഫൈസി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നീ ഉഹിബ്ബുക്കും അല്ലാഹ്. ഇന്നെ ഞാൻ സ്നേഹിച്ചിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാം നമ്മളൊരു ചരിത്രമാണ്. അപ്പോൾ നമ്മൾ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളെന്താ അള്ളാഹിൻ്റെ മാർഗത്തെ സ്നേഹിക്കുക. അത് നമ്മൾ സ്നേഹിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം. അത് വേറെ നമ്മൾ കണ്ണുകൊണ്ടോ വേറെ ഒന്നുകൊണ്ടോ നമ്മൾ കാണരുത്. ആ സ്നേഹം നാളെ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിൽ 3ാമത്തെ കൂട്ടരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച 2 പേര്. നമ്മുടെ ആ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിൽ നമ്മുടെ ഈ ഒരു ടീം, ഈ ഒരു ഫജർ ടീമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു സന്ദേശം നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാവട്ടെ. ഒരു ചെറിയൊരു ഹദീസെങ്കിലും നമുക്ക് പറയാൻ പറ്റിയ ഈ ഒരു കൂട്ടായ്മ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും നമ്മളെ ഈ ഒരു ജീവിതത്തിലും സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഒന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ ഈ ഒരു സ്നേഹവും ഈ ഒരു ബന്ധവും നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള ബന്ധമാക്കി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ ശക്തിയോടുകൂടി നല്ല കാര്യത്തിന് വേണ്ടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.